ഇന്നാണ് ഹോസ്പിറ്റലിലേക്ക് പോണ ദിവസം കേട്ടോ. അപ്പോൾ ഞാൻ ജെനിലി അതുപോലെ തന്നെ ചിങ്കുടു ഉറങ്ങി ഗൈസ്. അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോണതിന് മുമ്പ് വാവച്ചി അമ്മയൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ലിസനെ ബോർഡിങ്ങിലാക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പോകുന്നുണ്ട്. പക്ഷെ വാവച്ചിക്ക് ഇന്നലെ മുതൽ ചെറിയ ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് എന്തിനാന്നൊന്നും അറിയില്ല. പിന്നെ ഉറക്കമില്ലാണ്ട് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഓരോന്ന് ചെക്ക് ചെയ്താലാണ് കാര്യങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഇവിടെ വന്ന് ബോർഡിങ്ങിൽ ലിസനെ ആക്കിയിട്ട് പിന്നെ വീട്ടിൽ പോയിട്ട് സാധനങ്ങൾ കയറ്റാൻ പറ്റില്ല. കാരണം സാധനങ്ങൾ കുറേ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് പോണ വഴി ലിസനെ ആക്കാമെന്ന് പറയാനും പറ്റില്ല. കാരണം അവളിന് കയറ്റിയാൽ തന്നെ ബാക്കിൽ പിന്നെ ഒന്നും വെക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഇത്രയും പേര് ഇരുന്നിട്ട് അവിടെ ലഗേജും കാര്യങ്ങളും വയ്ക്കലും നടക്കില്ല. അപ്പോൾ ഇവിടെ ആക്കിയിട്ട് വേണം ഇനി വീട്ടിൽ പോയിട്ട് സാധനവും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ പൂച്ചക്കുട്ടികളൊക്കെ ഉണ്ടായിരുന്നതിന് ഇന്നലെ വീട്ടിൽ കൊണ്ടുവിട്ടു. അതായത് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവിട്ടു. ഒരു കൂടൊക്കെ ചെറിയൊരു കൂടൊക്കെ അടിച്ചിട്ട് അവിടെ കൊണ്ടുവിട്ടു. അപ്പോൾ അവിടെ അച്ഛൻ നോക്കിക്കോളും. ഗൈസ് വീടെത്തിയിട്ടാ. ഇതവിടെ ഒരാൾ റെഡി ആയിട്ടിരിക്കുകയാണ് ഡെലിവറിക്ക് പോകാൻ വേണ്ടിയിട്ടില്ല. അതിന് പോകുമ്പോൾ നമ്മളൊന്നും കുറയ്ക്കാൻ പാടില്ലല്ലോ. അതെ, ലിപ്സ്റ്റിക്കും എല്ലാം ഇട്ട് നെയിൽ പോളിഷ് അടിച്ചു ഗൈസ്. അപ്പോൾ എന്താണ് ഞാൻ പറയുന്നത്, വാവച്ചിക്ക് ഇന്നലെ അല്ല 2 ദിവസമായിട്ട് ഉറക്കൂല്ല. പിന്നെ എന്തൊക്കെയോ ഇറിറ്റേഷൻ പോലെയൊക്കെ ഉണ്ടെന്ന്. അപ്പം അതിൻ്റെതായിട്ടുള്ള എന്തോ ഒരു ക്ഷീണം ഉണ്ട് വാവച്ചിക്ക് അല്ലേ. ഞാൻ വരുമ്പോൾ കിടക്കായിരുന്നു വെച്ചിട്ടാ. അല്ലടാ, ഇത്ര നേരം ഞാൻ അവിടെ ടി വി കണ്ടുകൊണ്ടിരുന്നതാണ്. വേവുമ്മ ശരി ഇനിയിപ്പോൾ ലേറ്റ് ആവില്ല ഇപ്പൊ കിടക്കാണ്ടപ്പോൾ ഒന്ന് കിടന്നുള്ളൂ. അതെ, നിങ്ങൾ വന്നു. അല്ല ഞാൻ പോണ സമയത്ത് തന്നെ വാവച്ചി കുറച്ച് ഇതായിട്ട് വാവച്ചിക്ക് ഇങ്ങനെ പൊരിഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ റെഡിയായി നിൽക്കാൻ പറഞ്ഞ് റെഡിയായി ഇതാ എടുക്കാനുള്ള എല്ലാം അവിടെയൊക്കെ റെഡിയാക്കിയതാ. ഫയൽ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ വെള്ളം അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ പുറത്തുണ്ട്. അറിയില്ല, എന്തോ വയറൊക്കെ എന്തോ പോലെ ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. അവിടെ പോയി ചെക്ക് ചെയ്താലാണ് നമുക്ക് അറിയുള്ളൂ അവ. പിന്നെ എന്താണ് ഫുഡും കാര്യങ്ങളും കഴിച്ചല്ലോ. ആവശ്യം നേരത്തെ എണീറ്റു. ഞാൻ ഇന്നലെ വന്നവര് കിടന്നത് എങ്ങനെ ഉറങ്ങിപ്പോയി എന്താ ഒന്നും ഓർമ്മയില്ല. 4 മണിക്ക് അഞ്ച് ചായ കുടിച്ചു. ചായയും മറ്റേ സ്നാക്സും കഴിച്ചു. അതിൽ ഇനിയിപ്പോൾ വയറെന്തെങ്കിലും ഗ്യാസ് കയറിയിട്ട് പ്രശ്നമായതാണെന്ന് അറിയില്ല. ഇനി ഫുഡ് പുറത്ത് പോയി കഴിക്കണം. വാവച്ചി പറഞ്ഞു പുറത്ത് പോയിട്ട് കഴിക്കാമെന്ന്. കാരണം ഇപ്പം കഴിച്ചതിന് ഇനി വാവച്ചിക്ക് എന്താണ് ഇനിയിപ്പോൾ പുറത്ത് പോയി കഴിക്കൽ കുറച്ച് കുറവായിരിക്കുമല്ലോ അല്ലേ. ഞാൻ മേടിച്ചു. പക്ഷെ നമ്മൾ അവിടെ പോയി കഴിക്കുന്ന പോലെ എന്താ വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് വാവച്ചി പറഞ്ഞ് തോന്നുന്നു എനിക്ക് പുറത്ത് പോയി കഴിക്കാമെന്ന്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനും ഒന്ന് റെഡി ആവണം. ഞാൻ ഡ്രസ്സും പറ്റില്ല. ഞാൻ ഉള്ള ആക്കാൻ പോണത് കൊണ്ട് തന്നെ തൽക്കാലം ഇട്ടിട്ട് പോയതാണല്ലേ. പക്ഷെ എന്താ വെച്ചാൽ അവളിനെ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പോണ സമയത്ത് വിടാനും പറ്റില്ലല്ലോ. അപ്പം എന്തായാലും അവളാക്കിയാൽ നമുക്ക് ഈ സാധനങ്ങളിൽ കയറ്റാനും പറ്റില്ല. ഇനിയിപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ആക്ക വേഗം പോകും, അത്രേ ഉള്ളൂ. ഞാൻ ജെല്ല് മാത്രം റെഡി ആവില്ലല്ലോ. ഗൈസ് വേറൊരു സംഭവം പറഞ്ഞുതരാം കേട്ടോ. ഞങ്ങൾക്ക് ഇപ്പോൾ മറ്റേ ഡെലിവറി അടുത്തുനിന്ന് അറിഞ്ഞാലും നമുക്ക് ഈ ദിവസം ഇപ്പോൾ ഇന്ന് പോയി അഡ്മിറ്റ് ആവണം എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടെ ഫീൽ കൂടുതലായിട്ട് പറ്റില്ല. കാരണം ചിങ്കുടും ഉള്ളത് കൊണ്ട്, നമ്മൾ ചിങ്കുടിൻ്റെ സമയത്ത് ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതെ ഗൈസ് പുതിയൊരാളും കൂടി വരികയല്ലേ സത്യം. പക്ഷെ എന്തോ ഈ ഒരു ക്ലൈമറ്റ് ജലദോഷവും ചുമയൊക്കെ വന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ട് കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, അതൊക്കെ നമുക്കിനി മാറ്റിയെടുക്കാവുന്നുള്ളൂ അല്ലേ. പിന്നെ ഗൈസ് അവിടെ കണ്ട ഒരാൾ നല്ല മാന്തിയതാണ് ലോവേ. ആര്? ചിങ്കുടു ഗൈസ്. ചിങ്കുടു തരുന്നു. ആവശ്യത്തിനൊക്കെ മുഖത്ത് കുറേ ഉണ്ട് മാന്തലും കാര്യങ്ങളൊക്കെ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. ആ ചിങ്കിടു അല്ലേ. ഇപ്പം അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. മാന്തിയിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ ഇതൊക്കെ എങ്ങനെ പഠിക്കണമെന്നൊന്നും അറിയില്ല. ഈ ആള് എല്ലാം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം എന്തായാലും ഞാൻ വേറെ റെഡി ആവട്ടെ, അല്ലെങ്കിൽ ഒരുപാട് ടൈം ലേറ്റ് ആവും. ക്യൂരിയോസിറ്റി അല്ല, ഞങ്ങള് ഓൾറെഡി കണ്ടു. എന്നാലും നമുക്ക് പുറത്ത് വന്ന് കയ്യിൽ കിട്ടി എങ്ങനെയാണെന്നുള്ളൊരു ഇതുണ്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ കാണാം. കണ്ടോ ഒന്നിട്ട് കളിച്ചില്ല പാവം കഴിച്ചു വെച്ച്. പക്ഷെ എന്താണെന്നറിയോ, എനിക്ക് ഇപ്രാവശ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എല്ലാം കൂടിയിട്ട് വാവച്ചിന് നേരെ ശ്രദ്ധിക്കാൻ പറ്റണില്ല, ചിങ്ങൂരി നേരെ ശ്രദ്ധിക്കാൻ പറ്റണില്ല. അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അത് നോർമൽ നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ രണ്ടുപേരല്ലല്ലോ. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും മാനേജ് ചെയ്ത് എന്തോ തലപ്പേരുത്തിട്ട് നമുക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ഇത്. അത് ശ്രദ്ധിക്കുന്നുള്ള അങ്ങനെ തിരിഞ്ഞോക്കുള്ളതല്ല. സത്യം. നല്ല രാത്രി വന്നിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ അങ്ങനെ ഉറങ്ങിപ്പോയി. ഞാൻ വേലടുത്ത് എപ്പോഴും പറയാറുണ്ട്, ഒന്ന് റിലാക്സ് ചെയ്ത് ഇപ്പോൾ ഉറങ്ങുക. ഉച്ചയ്ക്കാണെങ്കിൽ ഉച്ചയ്ക്ക് ഉറങ്ങി എണിച്ചിട്ട് ആ ഉറക്കം തീർന്നിട്ട് ചെയ്യുമ്പോൾ നല്ല
മൈൻഡ് ആയിരിക്കും. അപ്പോൾ ബേബിക്ക് ഉറക്കവും കറക്റ്റ്. അത് ഉറക്കില്ലാണ്ട് ഇങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ട് നടക്കും. അതുകൊണ്ട് പ്രശ്നമാണ്. കുഴപ്പമില്ല, അതൊക്കെ ഓക്കെ ആയി വരുമെന്ന് വിചാരിക്കാം. ഇനിയിപ്പോൾ എന്നാലും ഞാനിന്ന് റെഡി ആയിട്ട് വരാം കേട്ടാ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് അല്ല, ഞാൻ റെഡി ആവാണ്ട് പോയതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു വേവുമ്മ മറ്റേ ഇതൊക്കെ ഇതാക്കിയിട്ട് റെഡി ആവണം നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ റെഡി ആയിട്ട് ഞാൻ പിന്നെ ഇതിന് വേണ്ടി നിൽക്കും. ഇനി കുറച്ച് ഐറ്റംസും കൂടെ ആക്കാനുണ്ട് കേട്ടോ. അറിയില്ല എന്തൊക്കെയോ ബാഗിന് ഒന്നും കൂടെ വേണ്ടി വരുമോ എന്നൊക്കെ ഡൗട്ട് ഉണ്ട്. അവിടെ എത്തിട്ട് കുളിക്കാന്ന് അടിയിലും പുറങ്ങാലോ. ഇതാവുമ്പോ ഇങ്ങനെ വെക്കാം. അതല്ലേ ഞാൻ പറഞ്ഞത്. പെട്ടിയാവുന്ന സമയത്ത് ഇതിന്റെ മേലെ തന്നെ ആവുമ്പോ അടയ്ക്കാനും പറ്റില്ല, വേറെ ഒന്നും വെക്കാനും പറ്റില്ല. ബുദ്ധിമുട്ടാണ് കൈ. തോർത്ത് വേണ്ടല്ലോ, ആക്കിയിട്ടില്ലേ നമ്മള്? എല്ലാരും ഒന്ന് വെച്ച മൂത്രം എന്താടാ പറഞ്ഞത്? ഡോക്ടർ പ്രത്യേകിച്ച് പറഞ്ഞ വളവിലെടുക്കല്ലേ, കാരണം അവിടെ ഇപ്പം ഇല്ല. ആ സമയത്തുള്ള ഗൈസ് അങ്ങനെ ലഗേജ് ഒക്കെ ഫുള്ള് കയറ്റിയില്ലാതെ ഒതുക്കി. കാരണം ഈ ബാക്കിലിരിക്കുന്നവർക്കും ബുദ്ധിമുട്ടാവാൻ പാടില്ല, അത്ര ദൂരം എത്തണ്ടേ. ഇതാ ഇനി ഈ ബാഗും ഇത് പിന്നെ കുഴപ്പമില്ല, ബാഗും ഫയലൊക്കെ ഉള്ളൂ. ലിപ്സ്റ്റിക് അപ്പൊ വേണ്ട അവിടെ വെക്കല്ലേ? അതോടെ വെച്ചിട്ട് പോകുന്നത് അത് നോക്കി പിടിച്ചിട്ട് മറ്റേ ആഴ്ചക്കാരെ അടവിന് വരുന്ന പോലെ പിടിച്ചു ഇതില്ലാണ്ട് കളിയില്ല. അപ്പൊ മറ്റേതൊന്നും വേണ്ടല്ലോ, പഴയ ഫയലൊന്നും എന്റെ ആവശ്യം അല്ല. മറ്റേ ഹനിമൻ വേണ്ടെന്നല്ലേ പറഞ്ഞ, നമ്മൾ ചോദിച്ചപ്പോ വേണ്ടെന്ന് പറഞ്ഞു. മതി. ഓൾ സെറ്റായിട്ടാ വണ്ടിയിൽ എല്ലാം കയറ്റി അമ്മൂമ്മനെയും അമ്മനെയും ചിങ്കുനെയും കയറ്റി വണ്ടിയൊക്കെ സെറ്റായി. വണ്ടി ഇപ്രാവശ്യമാണ് പോകുമ്പോൾ ഒന്ന് നീറ്റായിട്ട് പോകണല്ലോ. ഇന്നലെ വാഷ് ചെയ്യാൻ കൊടുത്ത്. അതെ, വാച്ച് ഫയലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങി അവർ 9:10 മണിക്ക് വരാൻ പറഞ്ഞു. ഇപ്പോൾ ഏകദേശം ഒരു സമയം അത്യാവശ്യം ആയിട്ടുണ്ട് കേട്ടാ. 9:18 പ്ലീസ് വാച്ചിങ് സമയം നോക്കി പോയി കളിയാക്കണേ. ചിങ്കിട് പിന്നെ ഞാൻ മറ്റേ ജനലിൽ കൂടി മറ്റേ ലിസൺ ആക്കാൻ പോയില്ലേ, പോണ സമയത്ത് വണ്ടി കിടന്ന് ഒരു ഉറക്കം ഉറങ്ങിന്. ഇപ്പം അമ്മൻ്റെ കൈ കിടന്ന് ഉറങ്ങുന്നുണ്ട്. എണീറ്റിട്ടില്ല. എന്തായാലും കുഴപ്പമില്ല, ഉറങ്ങിക്കോട്ടില്ല എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് വെറുതെ പ്രശ്നമല്ലോ. അപ്പോൾ കുട്ടി എന്തായാലും ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും ഗൈസ് ഇനി നമുക്ക് ഹോസ്പിറ്റലിലേക്ക്. പേടിക്കണ്ടടാ, ഞാനില്ലേ ഗൈസ്. മാമുണ്ണാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടാ അല്ലേ. കുറേ ഒന്ന് ചുറ്റി ഇവിടെ എത്തുമ്പോൾ സമയമായില്ലേ. അവിടെ നിന്ന് വിളിച്ചു അവരെപ്പോൾ എത്തും ചോദിച്ചിട്ട്. അപ്പോൾ ഞങ്ങളൊരു 11 മണിക്ക് എത്തുന്ന പറഞ്ഞ്. അറിയില്ലെങ്കിൽ അമ്മയും അമ്മൂമ്മയും വരുന്നത്. ചിങ്കുട് ഇതാ എണീറ്റിട്ടില്ല കേട്ടോ. ചിങ്കുട് നല്ല ഉറക്കത്തിൽ തന്നെയാണ്. അറിയോ? അങ്ങനെ ഞങ്ങളിവിടെ എത്തി. ഇവിടെ എത്തി ഹോസ്പിറ്റലിലെ ഇത് കയറുന്നവർ ഒരാൾക്ക് ടെൻഷൻ കൂടാൻ തുടങ്ങിയിട്ടാണ് അല്ലേ. എനിക്കാണെങ്കിൽ അതായത് ഇന്ന് ചെക്കപ്പിന് വന്നിട്ട് ഇന്ന് അഡ്മിറ്റ് ആവാൻ പറ്റില്ല. ഞങ്ങൾ സാധനം കാര്യങ്ങളൊന്നും വണ്ടിയിൽ നിന്ന് എടുത്തില്ല. പക്ഷെ ഡെലിവറിക്ക് പോണ ആ ഒരു ആളിനെ സംബന്ധിച്ചിട്ട് അത് കുറച്ച് ടാസ്കുള്ള പരിപാടിയാണ് ഗൈസ്. പിന്നെ എനിക്കിന്ന് എന്താണെന്നറിയില്ല, ഒരു 10 ദിവസമൊക്കെ ഉറങ്ങാണ്ടിരിക്കണല്ലോ. പക്ഷെ ഞാൻ ഇന്നലെ നന്നായി ഉറങ്ങുകയും ചെയ്തു. സൗണ്ടൊക്കെ മാറിയില്ലേ. പിന്നെ ഞങ്ങൾ സാധനങ്ങളും കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അവിടെ പോയി ലേബർ വാർഡിക്ക് വരാൻ പറഞ്ഞു. ലേബർ വാർഡിൽ പോയിട്ട് നമുക്ക് എന്താ അവസ്ഥ നോക്കാം. ചാടിയിട്ട് വരികയാണ്. ഫയൽ മാത്രം എടുത്തുള്ളൂ, വേറെ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ലേബർ വാർഡിക്ക് നേരെ പോകാൻ പറഞ്ഞിട്ടോ. പോയിട്ട് ഇനിയിപ്പോൾ അവിടെ നിന്ന് ചെക്ക് ചെയ്യുക കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും. അവിടെ പോയി നോക്കുന്നിട്ട് അപ്ഡേറ്റ് എന്താണെന്ന് പറയട്ടെ. ലേബർ വാർഡ് എത്തിക്കൊണ്ടിരിക്കുന്നു. നടക്ക്. ഇവിടെ എത്തിയപ്പോൾ ആവശ്യം സ്ലോ ആയി. ഇത്ര നേരം സ്പീഡ് നടന്നുകൊണ്ടിരുന്ന ആളാണ്. അതെ, ടെൻഷനൊന്നും അടിക്കണ്ട. ഞാൻ വരാം. ഒന്ന് പോയിട്ട് വിളിക്കന്നെ. ലേബർ
ആ ഫുള്ള് വലിക്ക് വലിച്ച് അടിയിട്ട് പിടിച്ചത് പോയിട്ട് വാട്ടാ വിളിക്കല്ലേ ഇവിടെ ആൾക്കാർ ചെയ്യാൻ ഗൈസ് ഞാനിവിടെ പുറത്ത് നിൽക്കണ്ട പുറത്ത് പറഞ്ഞാൽ എന്താ ലേബർ വാർഡിൻ്റെ ഇവിടെ പുറത്ത് അതായത് ആവശ്യത്തിനുള്ളിൽ മറ്റേ സി ടി ജി ചെക്ക് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ കുറച്ച് ക്ലീനപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുവരെ പുറത്ത് നിൽക്കാൻ പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ റൂമിന് നോക്കാൻ വേണ്ടി ആളിപ്പോൾ വിടാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു വാവച്ചിക്കാണെങ്കിൽ ഇപ്പോൾ തന്നെ ടെൻഷൻ നല്ല ലെവൽ കാരണം ഓൾറെഡി ചിങ്കുവിൻ്റെ ടൈമിലുള്ള അറിയാമല്ലോ അപ്പോൾ അത് ഇപ്പോൾ ഓരോന്നോരോന്ന് ഓർമ്മ വരുന്നുണ്ട് വാവച്ചിക്ക് ടെൻഷൻ ഒരുപാട് ഇപ്പോൾ കൂടുതലാണ് ഞാൻ കുറച്ച് സമാധാനപ്പെടുത്തിയിട്ട് ഇപ്പോൾ അങ്ങോട്ട് വന്നിരിക്കുന്നത് കൂടെ തന്നെ നിൽക്കണം കേസ് കൂടെ തന്നെ നിന്നില്ല എന്നുണ്ടെങ്കിൽ വാവച്ചി മൊത്തത്തിൽ ഡൗൺ കാരണം അവർ ആ ഉള്ള സമയത്ത് ഉള്ളതിനേക്കാളും ഞാൻ ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടി വാവച്ചിക്ക് സമാധാനമായിരിക്കുമല്ലോ അപ്പോൾ എന്തായാലും വേമ്പ റൂമൊക്കെ നോക്കിയിട്ട് വരുമ്പോൾ ഇവിടുത്തെ കഴിയും എന്നിട്ട് വാവച്ചിൻ്റെ കൂടെ നിൽക്കണമെന്ന് വിചാരിക്കും ചിങ്ങട് പിന്നെ പുറത്തുണ്ട് ചിങ്ങടും അമ്മൻ്റെ ഒപ്പം എങ്ങനെയെങ്കിലും അമ്മൻ്റെ ഒപ്പം സെറ്റ് ആയിരുന്നാൽ പിന്നെ ഓക്കെയാണ് കുഴപ്പമില്ല അപ്പോൾ എന്തായാലും റൂം നോക്കണം കേട്ടോ കേസ് അങ്ങനെ ഞാൻ വിളിക്ക് വന്നു ഇതാ വന്നിട്ട് ഒരാൾ ബാത്റൂം പോയി വന്നു ടെൻഷൻ തുടങ്ങിയില്ലേ ഗൈസ് എന്താ വാച്ചിക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഫുള്ളായിട്ട് വന്നിട്ടില്ലല്ലോ ഇപ്പം ഞാൻ പോയിട്ട് വരുമ്പോഴേക്കും പി വി കഴിഞ്ഞൊക്കെ ചെക്ക് ചെയ്തു ഗൈസ് ടെൻഷൻ അടിക്കണ്ട ടെൻഷൻ അടിക്കണ്ട കേട്ടാ ഇല്ല ഞാൻ മേലെ പോയില്ലേ കത്തിയാ കത്താൻ പാടില്ല ഡേറ്റ് അതിന് പറഞ്ഞില്ല വെച്ചിട്ട് ഓവർ ഡേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഗൈസ് അപ്പോൾ റൂമും കാര്യങ്ങളൊക്കെ നോക്കി റൂമും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് അതേപോലത്തെ റൂം തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തായാലും ഇനിയിപ്പം നോർമൽ രീതിയിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോയിരിക്കണല്ലേ ഇപ്പോൾ ജി പി വിങ് അല്ലെങ്കിൽ ചെക്ക് ചെയ്തിട്ട് 2 ഫിംഗർ എന്തോ ആയിട്ടുള്ളൂ പിന്നെ ഇപ്പം മരുന്ന് വെക്കണം എന്ന് പറഞ്ഞില്ലോ അപ്പം എന്തായാലും വെയിറ്റ് ചെയ്യാം അതുപോലെ പി വി എങ്ങനെ ചെക്ക് ചെയ്ത് അതുപോലെ തന്നെ മരുന്ന് വെക്കണം അല്ലേ നോക്കാം കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല അല്ല ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് വായിച്ചിക്കാൻ ടെൻഷൻ അങ്ങനെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടാ അപ്പോൾ അഡ്മിഷൻ എടുത്ത് ഇനിയിപ്പോൾ അഡ്വാൻസും കാര്യങ്ങളൊക്കെ കിട്ടുക റൂമൊക്കെ ഫിക്സാക്കി വാവച്ചിക്ക് അവിടെ എന്താണ് മരുന്ന് വെക്കപ്പോൾ വരും ഡോക്ടർ വരും പറഞ്ഞു ഇനിയിപ്പോൾ ഞാൻ പോകുമ്പോഴും മരുന്ന് വെച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല കൂടെ പോയി നിന്നില്ലെങ്കിൽ വാവച്ച് ടെൻഷനാവും ഇപ്പോൾ തന്നെ ചേച്ചി നല്ല പേടിയാണ് ഇപ്പോൾ അതിന് ചിങ്ങും ടൈമിൽ ഓൾറെഡി എങ്ങനെയാണെന്ന് അറിയാമല്ലോ അപ്പോൾ ഇത് ഏതൊക്കെ രീതിയിൽ പോകുന്ന ഏകദേശം ഒരു ഐഡിയ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടെൻഷനാണ് ഇപ്പോൾ തന്നെ കുറേ സമാധാനപ്പെടുത്തുന്നുണ്ട് പിന്നെ ഡോക്ടറൊന്നും കൂടെ തന്നെ ഉണ്ടാവും അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഇനിയിപ്പോൾ ഇതൊന്ന് അഡ്വാൻസ് കിട്ടിയിട്ട് ഞാനും ആവശ്യം പോയിരിക്കട്ടെ കേട്ടാ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തു കേട്ടാ അപ്പോൾ ആവശ്യക്ക് ഞാൻ പോയി വരുമ്പോഴേക്കും ടാബ്ലറ്റൊക്കെ വെച്ചു അല്ലേ പെയിൻ സ്റ്റാർട്ട് ചെയ്താ ഇല്ലല്ലോ കുറച്ച് ആവശ്യക്ക് വീട്ടിൽ നിന്നുള്ള ആ ഒരു പെയിൻ തന്നെയാണ് അപ്പോൾ മരുന്നും വെച്ച് നമ്മൾ എക്സസൈസും ചെയ്താൽ പെട്ടെന്നാവും വിചാരിക്കണം നമുക്ക് നോക്കാം ഡോക്ടറിന് നമ്മുടെ കൂടെ തന്നെ തൊട്ടത്ര ഇരിക്കുന്നത് ഇപ്പം അങ്ങോട്ട് പോയതാണല്ലോ അപ്പോൾ അവരിനെ റൂമിൽ പോകാൻ പറഞ്ഞു കേട്ടോ ജെന്നിലെ അമ്മനെയും അമ്മൂമ്മനെയും ചിങ്ങുടിനി റൂമിലേക്ക് പോകാൻ പറഞ്ഞു ചിങ്ങടോടെ ഇരിക്കുന്നുണ്ട് ഞാൻ കാണാണ്ട് നടക്കണം കണ്ടു കഴിഞ്ഞാൽ ചിങ്ങടൂനൊരു ഇതായിരിക്കും കാണാണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഇരുന്നോളും അപ്പോൾ ഞാൻ കാണാണ്ട് മുങ്ങി നടക്കുന്ന കേസ് ഓക്കെ പക്ഷെ പെയിന് ശ്രദ്ധിക്കണ്ട 8 ഗൈസ് എക്സസൈസ് വേറെയും കുറച്ച് ചെയ്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സി ടി ജി ഒന്നുകൂടി ചെക്ക് ചെയ്യണം കാരണം നമ്മളത് ചെക്ക് ചെയ്യണം ഹാർട്ട് ബീറ്റും കാര്യങ്ങളും ഓക്കെയാണോ നോക്കിയിട്ടാണ് ഓരോ ഘട്ടം കിടക്കുള്ളൂല്ലോ അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് പിന്നെയും സി ടി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം പെയിനും കാര്യങ്ങളും ഫുള്ളായിട്ട് വന്നിട്ടില്ല കേട്ടോ കുറച്ച് നേരം ആയിപ്പെട്ടിട്ട് അല്ലേ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ അവരുടെ അടുത്ത് ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ച് കഴിക്കാൻ പറഞ്ഞു ഞങ്ങൾക്കുള്ളത് മേടിച്ച് വെക്കാൻ പറഞ്ഞിട്ടില്ലേ പിന്നെ ഇനി വണ്ടിയിൽ നിന്ന് സാധനങ്ങൾ കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എന്താ അവസ്ഥ എന്ന് അറിഞ്ഞിട്ട് വേണം സാധനങ്ങൾ കാര്യങ്ങളൊക്കെ എടുക്കാൻ പോവാൻ അപ്പോൾ എന്തായാലും ഇവിടെ ഒരാൾക്ക് കുറച്ച് പെയിൻ വരാൻ തുടങ്ങി ഉറക്കം വരില്ല തൂങ്ങാതെ അവിടെ കണ്ട് വയറ് കിടന്ന് മുഴങ്ങാണ് ഗൈസ് അപ്പം ഇനി ഇതൊന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കാം ഗൈസ് അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ആഴ്ചക്ക് കുറച്ച് പെയിന് വന്നിട്ടുണ്ട് പിന്നെ കുറച്ചുകൂടെ എക്സസൈസും
സെയിം അല്ല ഇത് ഇപ്പുറത്താ തോന്നുന്നു. മറ്റേ എക്സസൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എക്സസൈസ് ഗൈസ് കൊടുത്തു. ഇനി റൂമിൽ പോയി ഫുഡ് കഴിച്ചിട്ട് പിന്നെയും പോകണം. പിന്നെ അടുത്ത് സ്റ്റാർട്ട് ചെയ്യും. ആ ഇത് ഇവിടെ മൊത്തം ഉണ്ട്. ഇത് ബേബി വാർഡാ തോന്നുന്നു. അതെടുത്തിട്ട് വേണ്ട അവിടെ വെച്ചോ ഗൈസ്. അപ്പോൾ നമ്മുടെ റൂം എത്തി. ഇതല്ലേ ഇത് അല്ല 46 അതാണ് ഗൈസ്. ഇപ്പം മാറിപ്പോയാനിപ്പോൾ. ആ എന്താണ് ഇവിടെ ഒരു ഫുഡൊക്കെ കഴിച്ചിരിക്കേണ്ടത്. ചിങ്ങുപ്പ എത്തോ നിങ്ങൾ കഴിച്ചിട്ടില്ലേ? ചിങ്ങന് കൊടുത്ത അപ്പൊ ചിങ്ങന് ഫുഡൊക്കെ കൊടുത്തിട്ട് ഇരിക്കേണ്ട. കഴിച്ചാ? ഗുഡ് ഗേൾ. കുഞ്ഞാവ് വരും. കുട്ടി എങ്ങനെ എടുക്കുക? ചാടാണ്, ചാടിക്കളിക്കാണ്. ഇനിയിപ്പോൾ ഞങ്ങളൊന്ന് ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിക്കലും ചായ കുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞുട്ടാ. അപ്പോൾ CTG എടുക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ പോകണം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഓരോന്ന് ഇനിയിപ്പോൾ എന്തൊക്കെയുള്ളതെന്ന് അപ്ഡേറ്റ് ചെയ്യാലോ. അപ്പോൾ ഗൈസ് എല്ലാവരും വെയിറ്റ് ചെയ്യാം. ഞങ്ങളും വെയിറ്റിംഗ് ആണ്. പിന്നെ എന്താണ് അതന്നെ വെയിറ്റിംഗ് ആണ്. ആവശ്യത്തിന് ടെൻഷൻ കാണുമ്പോഴാണ് എനിക്ക് കുറച്ചൊരിത്. എന്തായാലും നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം.